ചൂരൽമലയിലെ ഒലിച്ചുപോയ പാലത്തിനപ്പുറം അന്ന് രാവിലെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു KSRTC ബസ് അവിടെ കിടപ്പുണ്ടായിരുന്നു. ആ ബസ്സിലുണ്ടായിരുന്നവർ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അതിൻ്റെ ചേർന്ന പ്രദേശങ്ങളാണ് ഉരുൾപൊട്ടലിൽ നഷ്ടമായത്. പക്ഷെ ആ നഷ്ടമായവർക്കൊപ്പം ഒരുപാട് ദിവസങ്ങൾ, ഒരുപാട് വർഷങ്ങൾ ഒന്നിച്ച് കണ്ട രണ്ടാൾക്കാരുണ്ട്. അതിലൊരാൾ നമ്മുടെ സെൽവകുമാറാണ്, മറ്റേത് എഡ്വിൻ. ഒരുപാട് വൈകാരിക ബന്ധങ്ങളുള്ള സ്ഥലങ്ങളാണ് മുണ്ടക്കൈ എന്ന് പറയുന്നത്. ചൂരമലയേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക്, കാരണം മുണ്ടക്കൈക്കാർക്ക് KSRTC എന്ന് പറഞ്ഞാൽ ജീവനാണ്. കാരണം അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ KSRTC മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ചൂരമലയിലുള്ളവർക്ക് ഒരു ജീപ്പുകൾ അവിടെ സർവീസ് നടത്തുന്നതുകൊണ്ട് അവർ ഒരുപാട് ജീപ്പിനെ ആശ്രയിക്കുന്നുണ്ട്. പക്ഷേ മുണ്ടക്കൈയിലുള്ള ജനങ്ങൾ ഞങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും, ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്ത ആളുകളാണ്. അവിടെ നിങ്ങൾക്ക് അറിയാത്ത ഒരാളോട് ആരും ഉണ്ടാവില്ല. ചെറിയ മക്കൾ ചെറുതായിരിക്കുന്ന അവർ എന്താ പറയുക, 99 കയറി ആ സമയത്തൊക്കെ 1-2 ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഹയർ സ്റ്റഡീസിന് പോകുന്നത് വരെ അത്രയും വരുന്ന ഒരു ലോങ് പീരീഡിൽ നമുക്ക് അവരെ ആയിട്ടുള്ള ഒരു ബന്ധമുണ്ട്. കാരണം രണ്ടുപേരും വയനാട്, ഞാനിവിടെ മേപ്പാടി സ്വദേശി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് വൈകാരികമായി, കാരണം എൻ്റെ വൈഫ് അവിടെ കുറച്ച് കാലം അവിടെ എസ്റ്റേറ്റ് ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്തതാണ്. ആദ്യമായിട്ട് അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വന്ന സമയത്ത് അവൾ എന്നോട് വീട്ടിൽ വന്ന് പറഞ്ഞത് ഹൃദയഭേദകമായ കാഴ്ചയാണ്. കാരണം അത്രയും അടുത്തറിയുന്ന ആളുകളെ നമ്മുടെ മുന്നിലിങ്ങനെ വന്ന് കിടക്കുന്ന ഒരു അവസരം, അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വളരെ സങ്കടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായി. എഡ്വിൻ കഴിഞ്ഞ ദിവസം ക്യാമ്പിൽ വന്നപ്പോൾ ഞാനിവിടെ എഡ്വിനെ ഇവിടെ കണ്ടപ്പോൾ എഡ്വിന് മുഴുവൻ എഡിൻ്റെ പരിചയക്കാരോട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്നതായിരുന്നു. അതെ, ഞാൻ അതെന്താണെന്ന് വെച്ചാൽ അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം കണ്ടത് എല്ലാ ക്യാമ്പിലൂടെ ഓടി നടന്ന് ആരൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിലെനിക്ക് സങ്കടകരമായി തോന്നിയൊരു കാര്യം, ഒരു ചേച്ചി എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, ഇനി സാറേ അങ്ങോട്ട് വരണ്ട സാറേ, മുണ്ടക്കൈ ഇനി അവിടെ ഇല്ല എന്ന് പറഞ്ഞു. നമ്മുടെ ഹൃദയം വരെ പൊട്ടിപ്പോകുന്ന വേദനകളാണ് ഓരോരുത്തരും നമ്മൾ കാണുമ്പം. അതിൽ ഞങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ, മുണ്ടക്കൈ ചെല്ലുമ്പോൾ ഞങ്ങൾ ചായ കുടിക്കുന്ന ഒരു ഹോട്ടലുണ്ട്. ആകെ ഒരു ഹോട്ടലേ അവിടെ ഉള്ളൂ. ഇത്രയും ദിവസം ഞാൻ കരുതിയിരുന്നത് ആ ഹോട്ടലടക്കം അവിടെ നിന്ന് ഒടുക്കിപ്പോയി, ആ വീടുകളടക്കം അവിടെ ഉണ്ടായിരുന്ന ഉമ്മർക്ക വരെ പോയിട്ടുണ്ടാവും. പക്ഷേ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഒരു ചാനലിൽ പുള്ളി ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്തൊരു എന്താ പറയുക, ഒരു ഭയങ്കരമായൊരു ഫീലിംഗ് ആയിരുന്നു മനസ്സിന് തോന്നിയത്. അവരുടെ കുടുംബത്തിൽ ഒരുപാട് പേര് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇതൊക്കെ അവരൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ ഓരോ ഉറ്റവർ, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരൊക്കെ നഷ്ടപ്പെട്ടൊരു ഫീലിംഗ് ആണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. എന്തായാലും നമ്മൾ പാലം വന്നു, വൈകാണ്ട് ബസ്സും അങ്ങോട്ട് പോകും. സർവീസ് ആരംഭിക്കണം. സർവീസ് എന്ന് പറഞ്ഞാൽ കൽപ്പറ്റയുടെ ഏറ്റവും പ്രസ്റ്റീജായ സർവീസാണ് ഞങ്ങളുടെ ഈ റൂട്ടിൽ. കാരണം ഞങ്ങൾ മാത്രം കുത്തകയായിട്ട് ഓടിക്കൊണ്ടിരുന്ന റൂട്ടിലാണ്. കാരണം മക്കളെ വൈകുന്നേരത്ത് ഞങ്ങൾ അഡീഷണൽ ട്രിപ്പ് ഇട്ടിട്ടാണ് കുട്ടികളെ ഇവിടുന്ന് മേപ്പാടിയിൽ നിന്ന് ഈ സ്കൂളിൽ നിന്ന് അങ്ങോട്ടേക്ക് മുണ്ടക്കൈ വരെ എത്തിക്കുന്നത്. ഇപ്പോൾ എവിടേക്കും ഇപ്പോൾ നിലവിൽ സർവീസ് നടത്തിയിട്ടില്ല. പോലീസ് നിർദ്ദേശം കിട്ടാത്തത് കൊണ്ട് മേപ്പാടി വരെയും വിംസ് ഹോസ്പിറ്റലിലേക്കുമാണ് ഇപ്പോൾ ഞങ്ങൾ സർവീസ് നടത്തുന്നത്. അവിടേക്കുള്ള 40 ട്രിപ്പുകൾ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈ ഷെഡ്യൂളുകൾ ഞങ്ങൾ എങ്ങനെ, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എത്രയും പെട്ടെന്ന് ആളുകൾ വരട്ടെ, റോഡുകൾ തുറക്കട്ടെ, വഴി തുറക്കട്ടെ. സർവീസ് എന്ന വാക്കിൻ്റെ അർത്ഥം KSRTC ഇവരെ ആ നാട്ടുകാരെ ചേർത്ത് പിടിപ്പിച്ചപ്പോൾ ആ നാട്ടുകാർ നൽകിയ ഒരു വലിയ തിരിച്ചുള്ള ഒരു ആശ്ലേഷം കൂടിയുണ്ട്. അത് വൈകാതെ തുടങ്ങട്ടെ, തുടങ്ങുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. തീർച്ചയായും.